CPM എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും ഇന്നും രൂക്ഷ വിമർശനം. ജനങ്ങളുമായുള്ള ബന്ധം കുറയുമ്പോൾ ജനങ്ങളും നമ്മളെ വേണ്ടെന്ന് വെക്കും. പിണറായിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം തെറ്റായ സന്ദേശമെന്നും ചില അംഗങ്ങൾ വിമർശിച്ചു. എറണാകുളത്തെ സമ്പൂർണ്ണ പരാജയത്തിൽ പി രാജീവിനെതിരെ ഇന്നും വിമർശനം ആവർത്തിച്ചു ചില അംഗങ്ങൾ. മറുപടിയിൽ വികാരാധീനനായി പി രാജീവ്. എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗിൻ, എവിടെയും വിമർശനങ്ങൾ മാത്രമാണ്. ജില്ലാ കമ്മിറ്റിയിൽ എന്താണ് ഉണ്ടായത്? തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്നതിനാണ് ജില്ലാ കമ്മിറ്റിയും സെക്രട്ടേറിയറ്റും ഒക്കെ ചേർന്നത്. അതിൽ ഇന്ന് അവസാന ദിവസമായിരുന്നു. അതിലാണ് മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കുമെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. പിണറായിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം അത് തെറ്റായ സന്ദേശമാണ് എന്ന് ചില അംഗങ്ങൾ പറഞ്ഞു. വമ്പൻ തോൽവിയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ വീണ്ടെടുപ്പ് പ്രയാസമാണ്. നമുക്ക് നമ്മുടെ ശീലങ്ങളും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശൈലിയും ഒക്കെ തന്നെ നഷ്ടമാകുന്നു. ആഡംബരത്തിലേക്ക് പലരും അഭിരമിക്കുന്നു. ജനങ്ങളുമായുള്ള ബന്ധം കുറയുകയാണ്. അങ്ങനെ ജനങ്ങളുമായുള്ള ബന്ധം കുറയുമ്പോൾ ജനങ്ങളും നമ്മെ വേണ്ടെന്ന് വയ്ക്കും തുടങ്ങിയ കാര്യങ്ങൾ അടക്കം വിമർശനങ്ങൾ നീണ്ടു. കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ അടക്കം വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പല വാക്കുകളും തെറ്റായി പോയി എന്ന തരത്തിലുള്ള വിമർശനങ്ങളും കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇതോടൊപ്പം തന്നെ ജില്ലയിൽ സമ്പൂർണ്ണ പരാജയമാണ്. 14 സീറ്റും തോൽക്കുന്ന അവസ്ഥയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് പി രാജീവിനെതിരെ അടക്കം വിമർശനങ്ങൾ ശക്തമായിരുന്നു. ചില അംഗങ്ങൾ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. പ്രധാനമായും സ്ഥാനാർത്ഥി നിർണയത്തിൽ അടിച്ചേൽപ്പിക്കലുകൾ ഉണ്ടായി എന്നതാണ് ഈ വിമർശനത്തിന്റെ പ്രധാനപ്പെട്ട കാതലായി വന്നിരുന്നത്. അതിന്നും തുടർന്നു. അതോടൊപ്പം തന്നെ ഇതിൽ ജില്ലയിലെ മന്ത്രി കളമശ്ശേരിയിലേക്ക് മാത്രമായി ചുരുങ്ങി. എന്നിട്ട് പോലും അവിടെ ജയിക്കാൻ കഴിഞ്ഞില്ല എന്നടക്കമുള്ള ആക്ഷേപങ്ങളും ഒക്കെ ഉണ്ടായി. ഇന്ന് അതിന് മറുപടി എന്നോണം അല്ലെങ്കിൽ ആ റിവ്യൂവിന്റെ ഭാഗമായിട്ടുള്ള മറുപടി എന്നോണം പി രാജീവ് സംസാരിച്ചിരുന്നു. അതിൽ വികാരാധീനനായിട്ടാണ് പി രാജീവ് സംസാരിച്ചതെന്നതാണ് വ്യക്തമാകുന്നത്. അതായത് ഇതിന്റെ ഉത്തരവാദിത്വം, പരാജയത്തിൽ എല്ലാ നേതാക്കൾക്കും കൂട്ടുത്തരവാദിത്വമുണ്ട്. ജില്ലയിലെ തോൽവിയുടെ ഉത്തരവാദിത്വം തന്റെ തലയിൽ മാത്രം കെട്ടിവെക്കേണ്ട, തന്നെ മാത്രം ക്രൂശിക്കേണ്ട, പലർക്കും പല വീഴ്ചകളും ഒക്കെ ഉണ്ടാകാം, അതൊക്കെ വിശദമായി പരിശോധിക്കാമെന്ന തരത്തിലുള്ള മറുപടി അദ്ദേഹം പറഞ്ഞതായാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ ചർച്ചകളുമായി ബന്ധപ്പെട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു നിഷേധക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ അടിസ്ഥാനരഹിതമായിട്ടുള്ള പല കാര്യങ്ങളാണ് വരുന്നതെന്നും എന്തായാലും ഇത്തരം വിമർശനങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ ഈ കമ്മിറ്റികളിൽ ഉണ്ടായിരിക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. ശരി, എസ് രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.